ജിതിൻ, ഇപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്താണ് കാണാൻ സാധിക്കുന്നത് ജിതിൻ? തെരച്ചിൽ പുഴയിൽ തുടരുന്നുണ്ടോ? ഇന്നലെ മാർക്ക് ചെയ്ത സ്ഥലത്ത് നല്ല രീതിയിൽ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അവിടെ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. ജിതിൻ, ആ മണ്ണെടുക്കുന്നത് നമ്മുടെ കരയിലാണോ അതോ പുഴയുടെ സൈഡിലാണോ? പുഴയുടെ സൈഡിൽ ഒരു മൺകൂമ്പാരം രൂപപ്പെട്ടിരുന്നുണ്ടായിരുന്നില്ലേ? ആ മൺകൂമ്പാരത്തിനടിയിലാണ് ഇപ്പൊ ചെക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഇപ്പം സ്കൂബ ഡൈവിംഗ് ടീം അവരെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരെ വെള്ളത്തിനടിയിൽ പോയിട്ടുള്ള സെർച്ചിങ് ആണ് നടത്തുന്നതാണ് സാറ് പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു ഡോഗ് സ്ക്വാഡ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. ബ്രേക്കിംഗ് ടീമിന്റെ ശ്രദ്ധയ്ക്ക് ഡോഗ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ നേവിയുടെ സ്കൂബ ടീം നദിയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒപ്പം ഈ ഭാഗത്തായിട്ട്, അതായത് ഇപ്പോൾ ജിതിൻ പറഞ്ഞ ഭാഗം ഞാൻ പ്രേക്ഷകർക്ക് വരച്ചു കാണിക്കാം. ഈ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് കൃത്യമായി മാർക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെയാണ് ലോറി പാർക്ക് ചെയ്തതിന് തൊട്ട് മുമ്പ് ഏകദേശം 30 മീറ്റർ നേരത്തെ ശേഖർ കുര്യാക്കോസ് ഒക്കെ പറഞ്ഞ ആ തീരം കിടക്കുന്നത് ഈ പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഇപ്പോൾ മണ്ണെടുപ്പ് നടക്കുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും ഈ തടിയുടെയോ മറ്റെന്തെങ്കിലും മറ്റ് മൃഗങ്ങളുടെ എന്തെങ്കിലും ഒക്കെ ദുർഗന്ധം വരുന്നു എന്നിങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സ്മെല്ലോ മറ്റെന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ ജിതിൻ? അതിന്റെ അടുത്തുണ്ട്. ഇപ്പം ഒന്നായിട്ട് അത് കുറച്ചുകൂടി താഴോട്ട് പോകാനുണ്ട്. നല്ല രീതിയിൽ താഴോട്ട് പോകാനുണ്ട്. അത് ഓക്കെ. ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ മണ്ണെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. അവിടെ 4 മെഷീൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഒരു ടീം സ്കൂബ ടീം പുഴയ്ക്കുള്ളിലുമുണ്ട് അല്ലേ? പുഴയിലേക്ക് ഇറങ്ങാൻ പോകും. പുഴയ്ക്ക് ഇറങ്ങാൻ പോകുന്നത് അവർ റെഡി ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നിൽക്കുക. അവരെന്തോ കമാൻഡ് ഇതിന് നിൽക്കുകയാണ്. റെഡി ആയിട്ട് തന്നെ നിൽക്കുന്നവർ. ഓക്കെ. ഇപ്പൊ മഴയുണ്ടോ ആ ഭാഗത്ത്? ഈ രീതിയിലുള്ള ഒരു ചാറ്റൽ മഴ ഉണ്ട്. ശരി ജിതിൻ, ജിതിൻ അവിടെ സേഫായിട്ട് നിൽക്കൂ. എന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ ഒന്ന് വിവരം അറിയിക്കൂ. അഞ്ജു അടക്കമുള്ളവർ നമ്മളിലൂടെയാണ് ഈ വിവരം അറിയുന്നത്. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഞങ്ങളൊരു നമ്പർ PCR നിന്ന് തരികയും ചെയ്യാം. എൻ്റെ പേഴ്സണൽ നമ്പർ ജിതിൻ്റെ കയ്യിലുണ്ടെന്നാണ് കരുതുന്നത്. ജിതിൻ എപ്പോൾ വേണമെങ്കിലും ഇൻഫർമേഷൻ അറിയിക്കുകയും ചെയ്യാം. താങ്ക് യു ജിതിൻ.